നൈസ് പടമാണ്. ഇത്രയും പ്രതീക്ഷയല്ല വന്നത്, പക്ഷെ വൻ ഹിറ്റാവും. മോശം കോർട്ട് ഡ്രാമ തന്നെ പോസ്റ്റിൽ പറയുന്നില്ല, അത് തന്നെയാണ്. നല്ല പടമായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ വന്നത് നല്ല പടമായിരുന്നു, സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഇമോഷൻ ഡ്രാമ ആ ഒരു ഇത് തന്നെ സൂപ്പറായിരുന്നു. ലാലേട്ടൻ പൊളിച്ചടുക്കി. ലാലേട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് നേരം എന്ന് പറയുന്നത്. പിന്നെ ഒരു ജിത്തു ജോസഫ് സ്റ്റൈലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അയാളിപ്പം വലിയ മാസമൊന്നും കാണിപ്പിക്കണ്ടാവും നമ്മളെ രോമാഞ്ചടിപ്പിക്കാനായിട്ട്. അപ്പോൾ അത്രയും ലെവലിലാണ് ജിത്തു ജോസഫ് ഈ പടം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോർട്ട് റൂമിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഡ്രാമ ഇരുന്നാൽ പോലും നമ്മൾ ഓരോ സീനും ഡയലോഗ്സ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ആ സീനിൻ്റെ ഓരോ ട്വിസ്റ്റുകൾ കൊണ്ടും ടേണിംഗ് പോയിൻ്റ് കൊണ്ട് നമ്മളെ നമ്മളെ കൈയടിപ്പിക്കുന്നുണ്ട്. ഓരോ മൊമെൻറ്റ്സ് നമ്മളെ ത്രില്ലാക്കുന്നുണ്ട്. പിന്നെ ജിത്തു ജോസഫിൻ്റെ പ്രത്യേക ക്ലൈമാക്സ് നമ്മൾ കൂടുതൽ ഒരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ഒരു ഗൂസ്ബംസ് കൊണ്ടുവരിക എന്നുള്ളത് അത് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് തീമെന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ളൊരു തീമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഓരോ ഡയലോഗ്സും വരെയും കാര്യങ്ങൾ വഴിയും ഒരു നല്ലൊരു മെസ്സേജും ഈ സമൂഹത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ക എൻഗേജിങ് ആയിട്ടുള്ള കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. അടിപൊളിയാണ്, നൈസ്. ലൈക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് കാണാം, നോ പ്രോബ്ലം. സ്റ്റാർട്ട് ടു എൻഡ് ഫിനിഷ് എല്ലാം പക്ക എൻഗേജിങ് തന്നെയാണ്. ആ ഒരു കോംബോ ഇല്ലേ, ജിത്തു ജോസഫ് ലാലേട്ടൻ, ആ ഒരു കോംബോ, ആ ലെഗസി അങ്ങനെ ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ ഓഡിയൻസ്. ഇമോഷണലാണ്, ഫാമിലി ഇമോഷണൽ. അത് പറയുന്നില്ല, ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെ പോസ്റ്റിൽ പറയുന്നില്ല, അത് തന്നെയാണ്. പിന്നെ വലിയൊരു സിസ്റ്റം അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് പോകേണ്ട, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. നൈസ് പടമാണ്. അടിപൊളി പടമാണ്. നല്ല സ്ക്രിപ്റ്റാണ്, ക്ലൈമാക്സ് അടിപൊളിയാണ്. അത് പിന്നെ പറയേണ്ട കാര്യമല്ലോ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മരണമാസം ഒന്നും പറയാനില്ല, വളരെ നല്ല സിനിമ. എന്ന് വെച്ചാൽ ഒരു ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായ ഒരു സിനിമയാണ്. ജിത്തു ജോസഫ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിരക്കഥ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടൊരു നല്ല സിനിമ തന്നെയാണ്. എല്ലാ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ആ വാക്കിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ. തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാ സിനിമയിലും ജിത്തുവിൻ്റെ കോമ്പോ, ജിത്തു സാറിൻ്റെയും ലാൽ സാറിൻ്റെയും നല്ല കോമ്പോണ് ഇതിലും ഉണ്ട്. പിന്നെ ആൻ്റണി ചേട്ടനും ഇതിലുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. ഇത് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടൻ്റെ അഭിനയമൊക്കെ കിട്ടില്ലായിരുന്നു. അവർ സംവിധായകരും നിർമ്മാതാക്കളും എല്ലാവരും പറഞ്ഞ പോലത്തെ ഒരു ഫുൾ കോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തവരും മികച്ചൊരു സിനിമ തന്നെ പറയാം. ലാലേട്ടൻ ഗംഭീരമാണ്. പിന്നെ ക്ലൈമാക്സും ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കഥയും ഒരു മെസ്സേജ് തന്നെയാണ് സിനിമ. ഇത്രയും പ്രതീക്ഷയല്ല വന്നത്, പക്ഷെ വൻ ഹിറ്റാവും. ലാസ്റ്റ് കരഞ്ഞു പോയി. ഫുള്ള് ഫാമിലി അല്ലേ ഇവിടെ, ഫാമിലി തന്നെ ഏറ്റെടുത്തോളൂ, ഫാമിലി ഏറ്റെടുത്തോളൂ, അതിൽ മാറ്റമില്ല. ശരി, കൂട്ടുകെട്ടു അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ആദ്യ വെറൈറ്റി പടമല്ലേ, സമൂഹത്തിന് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സമൂഹം ഇനി ചെയ്യേണ്ടത് ഈ സിനിമയിലെ കൂടി അത് ഇതാവും സമൂഹം.